ഡൽഹിയിലും ബീഹാറിലും ഉണ്ടായ ഭൂചലനം റിക്ടർ സ്കെയിലിൽ 4 തീവ്രത രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെ വരുന്നു, ആളുകളുടെ പ്രതികരണങ്ങൾ വരുന്നു. പക്ഷേ അപകടകരമായ ഒരു സാഹചര്യം ഇല്ല, ആർക്കും പരിക്കില്ല എന്നതാണ് പ്രാഥമികമായി പുറത്തുവന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഡൽഹിയിലും ബീഹാറിലുമാണ് ഭൂചലനം ഉണ്ടായത്. റിക്ടർ സ്കെയിലിൽ 2ഇടത്തും തീവ്രത 4 രേഖപ്പെടുത്തിയെന്നാണ് ഔദ്യോഗികമായി പുറത്തുവരുന്ന വിവരം. അനൂപ് ദാസാണ് വിവരങ്ങളുമായി ചേർന്നത്. അനൂപ്, അപകടകരമായ സ്ഥിതിയില്ല എന്താണ് ആദ്യം പുറത്തുവന്ന റിപ്പോർട്ടുകൾ. അതിനെ ശരിവയ്ക്കുന്ന വിവരങ്ങൾ തന്നെയാണോ ഈ മണിക്കൂറിലും ലഭിക്കുന്നത്? അതെ, എവിടെയും കെട്ടിടങ്ങൾ തകരുകയോ ആളുകൾക്ക് പരിക്കേൽക്കുകയോ ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടില്ല. പുലർച്ചെ ഒരു 5:36 ഡൽഹിയിൽ, പ്രത്യേകിച്ച് സൗത്ത് ഡൽഹിയിൽ ഈ ഭൂചലനം ഉണ്ടായത്. ദൗലഖാനാണ് അതിൻ്റെ ഒരു പ്രഭവ കേന്ദ്രം. റിക്ടർ സ്കെയിലിൽ 4 രേഖപ്പെടുത്തി. ഞങ്ങളൊക്കെ ഉറങ്ങുന്ന ഒരു സമയമായിരുന്നു. പെട്ടെന്ന് എല്ലാവരും ഉണർന്ന് തുറസായ സ്ഥലത്തേക്ക് മാറി ഓടി നിൽക്കുകയായിരുന്നു. ഒട്ടുമിക്ക വീടുകളിൽ നിന്നും ആളുകൾ പുറത്തേക്കിറങ്ങി നിന്നു. ഡൽഹിക്ക് ഇതൊരു പുതുമയുള്ള സംഭവമല്ല. കഴിഞ്ഞ ഒരു 2020 ശേഷം തന്നെ 3 തവണ ഭൂചലനം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ റിക്ടർ സ്കെയിലിൽ 3.3, 3.4 ഒക്കെ രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത്. പക്ഷേ അതിൽ നിന്ന് ഇതിനുള്ളൊരു വ്യത്യാസം 2 എണ്ണമാണ്. ഒന്ന്, അതിൻ്റെ എല്ലാം പ്രഭവ കേന്ദ്രം ഒന്നുകിൽ അത് അഫ്ഗാനിസ്ഥാനോ അതല്ലെങ്കിൽ പാകിസ്ഥാനിലെ ഏതെങ്കിലും ഭാഗത്തോ അതല്ലെങ്കിൽ ചൈനയിലെ ഏതെങ്കിലും ഭാഗത്തോ ആയിരുന്നു. എന്നാൽ ഇതിൻ്റെ പ്രഭവ സ്ഥാനം ഡൽഹിയിൽ തന്നെയാണ് എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, അതെല്ലാം റിക്ടർ സ്കെയിലിൽ 4ന് താഴെയായിരുന്നു തീവ്രത രേഖപ്പെടുത്തിയത്. എന്നാൽ ഇന്ന് 4 രേഖപ്പെടുത്തി. തുടർചലനം ഉണ്ടാകുമോ എന്നൊരു പേടി ഡൽഹിയിലുള്ള ജനങ്ങൾക്കുണ്ടായിരുന്നു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ തുടർചലനം ഇവിടെ ഉണ്ടായില്ല. 8:02 ആയപ്പോൾ, രാവിലെ 8:02 ആയപ്പോൾ ബീഹാറിൽ ഭൂചലനം ഉണ്ടായി. അതും റിക്ടർ സ്കെയിലിൽ 4 രേഖപ്പെടുത്തിയത്. ഒഡീഷയിലെ ചില ഭാഗങ്ങളിൽ ഭൂചലനം അനുഭവപ്പെട്ടിട്ടുണ്ട് ആളുകൾക്ക്. എന്തായാലും റിക്ടർ സ്കെയിലിൽ 4 എന്ന് പറയുന്നത് ഒരു അതിതീവ്രമായ ഒരവസ്ഥയല്ല. 6ന് മുകളിലേക്ക് പോകുമ്പോഴാണ് കെട്ടിടങ്ങൾക്ക് ക്ഷതമുണ്ടാവുകയും അത് തകർന്നു വീഴുകയും ആളുകൾക്ക് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്യുക എന്നാണ് നമ്മൾ മുൻ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായാലും ഒരു പേടിക്കേണ്ട സാഹചര്യം നിലവിൽ ഡൽഹിയിലില്ല. എങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിട്ടുള്ള കാര്യം, തുടർചലനങ്ങൾക്ക് സാധ്യതയുണ്ട്, ആളുകൾ ഒന്ന് ശ്രദ്ധയോടെ ഇരിക്കണം എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള ഈ ഭൂചലനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അനുഭവപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ 112 എന്ന നമ്പറിൽ അറിയിക്കണമെന്ന് ഡൽഹി പോലീസ് എല്ലാവരെയും സമൂഹ മാധ്യമങ്ങളുടെയും എല്ലാതെയും അറിയിച്ചിട്ടുണ്ട്. ശരി, ഡൽഹിയിൽ രാവിലെ ഭൂചലനം, പിന്നാലെ ബീഹാറിലും ഭൂചലനം ഉണ്ടായി. റിക്ടർ സ്കെയിലിൽ 4 രേഖപ്പെടുത്തിയ ചലനമാണ് ഉണ്ടായത് എന്നാണ് ഔദ്യോഗിക ഏജൻസികൾ വിശദീകരിക്കുന്നത്. ഒരു ജാഗ്രത വേണം എന്ന നിലയിലുള്ള അറിയിപ്പും വന്നിട്ടുണ്ട്. അനൂപ്